നമസ്കാരം. പ്രധാന വാർത്തകൾ. ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ കേരളത്തിന് നേട്ടം കൈവരിക്കാനായത് 2 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടെന്ന് മന്ത്രി എം. പി. രാജേഷ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ് കേരളം ഭവന നിർമ്മാണത്തിനായി മാറ്റിവെച്ചതെന്നും മന്ത്രി. വല്ലപ്പുഴയിലും കുലുക്കല്ലൂരിലും ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം മന്ത്രി നിർവഹിച്ചു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ കാത്തിരിക്കുന്നത് വൻ തകർച്ചയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. സ്കൂൾ സമയമാറ്റവും സൂംബ ഡാൻസും അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും PMA സലാം. കാഞ്ഞിരപ്പുഴയിൽ വരും വമ്പൻ ടൂറിസം. അണക്കെട്ടും ഉദ്യാനവും ഉൾപ്പെടുത്തി 167 കോടിയുടെ ടൂറിസം പദ്ധതിക്ക് സർക്കാർ അനുമതി ലഭിച്ചു. ഉദ്യാനത്തിന് സമീപം ഒഴിഞ്ഞുകിടക്കുന്ന 50 ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുക. ഒറ്റപ്പാലം കണ്ണിയും പുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന സംഭവം പ്രതി സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മറ്റൊരു കേസിൽ പിടിയിലായപ്പോഴാണ് പ്രതി ഒറ്റപ്പാലത്തെ മോഷണവും സമ്മതിച്ചത്. ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ രൂപപ്പെട്ട കുഴികൾ അപകടം ക്ഷണിച്ചു വരുത്തുന്നു. കുഴിയിൽ വീണ് മറിഞ്ഞ് ബൈക്ക് യാത്രികന് പരിക്ക്. പിലാത്തറ സ്വദേശി കബീറിനാണ് പരിക്കേറ്റത്. വിശദമായ വാർത്തകളിലേക്ക്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക ഭവന പദ്ധതിക്കായി മാറ്റിവെച്ച മറ്റൊരു സംസ്ഥാനവും രാജ്യത്തില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം. പി. രാജേഷ്. ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ നേട്ടങ്ങളൊന്നും മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ 1 ലക്ഷത്തോളം വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കൊല്ലം പുതുതായി 1 ലക്ഷം വീടുകൾ കൂടി അനുവദിക്കും. 1036 കോടി രൂപ, ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുക ഈ വർഷത്തെ ബജറ്റിൽ ലൈഫിനെ സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട്. 1 ലക്ഷം വീടുകൾ കൂടി ഈ കൊല്ലം അനുവദിക്കും. അതായത് ഈ ഗവൺമെന്റ് അധികാരമൊഴിയുമ്പോഴേക്കും 6.5 ലക്ഷം ആളുകൾക്ക് വീട് കൊടുക്കും എന്നാണ് അതിനർത്ഥം. എത്രയാണ് ഒരു ഗുണഭോക്താവിന് നമ്മൾ കൊടുക്കുന്നത്? 4 ലക്ഷം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയും തുക കൊടുക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇതിന്റെ പകുതി പോലും കൊടുക്കുന്നില്ല. കേരളം കൊടുക്കുന്നതിന്റെ പകുതി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കൊടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് എത്രയാണ്? PMAY ഗ്രാമീൺ പദ്ധതിയിൽ വെറും 72,000 രൂപ. 72,000. അപ്പോഴാണ് നമ്മൾ 4 ലക്ഷം കൊടുക്കുന്നത്. ഇത് നിങ്ങൾ പലരും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയാറില്ല. കേരളമാണ് ഏറ്റവും കൂടുതൽ വീടിന് പൈസ കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൊടുത്തത്. നല്ല ഒരു കാര്യവും ഇന്നത്തെ കാലത്ത് വാർത്തയാവാറില്ല. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള വീടിന്റെ താക്കോൽദാനവും നവീകരിച്ച EMS ഹാളിന്റെ ഉദ്ഘാടനവുമാണ് ഞായറാഴ്ച നടന്നത്. വിവിധ വാർഷിക പദ്ധതികളിലായി നിർമ്മാണം പൂർത്തീകരിച്ച 126 കുടുംബങ്ങൾക്കുള്ള വീടിന്റെ താക്കോൽദാനവും 60 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച EMS ഹാളിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. രമണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ A. ഷാബിറ, കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഇസാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ P. രജനി, MK ശ്രീകുമാർ, ഖദീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PK ബഷീർ, MK മുഹമ്മദ്, തസ്ലിമ ഇസ്മായിൽ, വകുപ്പ് ഉദ്യോഗസ്ഥർ, ഗുണഭോക്താക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറ്റം നടന്നു. മന്ത്രി എം. പി. രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 51 വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് ഞായറാഴ്ച നടന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന 130 വീടുകളുടെ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണവും ചടങ്ങിൽ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് പ്രസിഡന്റിനെ പറ്റി നല്ല 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. 4 റോ നടന്നല്ലെങ്കിൽ 39 പേരാണ് ഇനി അവശേഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് ചെയ്തു. അധികാരം ഒഴിയുന്നതിന് മുമ്പ് ഒരു 39 പേരെ ബാക്കി വെച്ചിട്ട് പോണ്ട. ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ ഭരണസമിതിക്ക് കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭൂമി ഇല്ലാത്തവർ കുറച്ചു പേര് കാണും. അവർക്ക് ഭൂമി കിട്ടിയാലേ നമുക്ക് വായ്പയല്ല മറ്റേ സഹായം കൊടുക്കാൻ പറ്റും.
വല്ലപ്പുഴ പോലൊരു സ്ഥലത്ത് ഭൂമി വാങ്ങൽ എളുപ്പമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൂമിയുടെ വില വളരെ കൂടുതലാണ്. ബാക്കി പല സ്ഥലത്തും ഭൂമി പല നിലയിൽ കിട്ടിയിട്ടുണ്ട്. സംഭാവനയായിട്ട് കേരളത്തിൽ അനേകം ഭൂമി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കിട്ടിയിട്ടില്ല. മനസ്സോടിത്തിരി മണ്ണ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭൂമി സംഭാവനയായിട്ട് ആളുകൾക്ക് നൽകാനുള്ളതാണ്. വല്ലപ്പുഴയിൽ അത് കിട്ടിയിട്ടില്ല എന്നാണ് ചോദിച്ചത്. ശാന്ത പറക്കുന്നത് വാർഡ് 10. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം കെ നസീമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്യഭാമ, മനോജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സി കെ ബാബു, ആയിഷത്ത് സുഫൈന, റിനീഷ ഉണ്ണി, മെമ്പർമാരായ ഹരിഗോവിന്ദൻ, അബ്ദുൾ റഷീദ്, അബ്ദുൾ റഹീം, ഫൗസിയ ഇബ്രാഹിം, ബിന്ദു സന്തോഷ്, രാധ, മുഹമ്മദ് റഫീഖ്, മറ്റംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സെക്രട്ടറി എ നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ തലത്തിലുള്ള ശുചിത്വ റാങ്കിങ്ങിൽ കേരളത്തിന് നേട്ടം കൈവരിക്കാൻ സാധിച്ചത് 2 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. സംസ്ഥാനത്തെ ഹരിത കർമ്മസേന ദേശീയ തലത്തിലും മാതൃകകൾ സൃഷ്ടിക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങൾ പോലും ഇത് അനുകരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ചളവറയിൽ പറഞ്ഞു. ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ വഴിയിടം ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ബി രാജേഷ്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് ഏറ്റവും മികച്ച നേട്ടം ഈ വർഷം കൈവരിക്കാൻ കഴിയും. ആദ്യത്തെ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളിൽ 8 എണ്ണം കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു, വിവിധ കാറ്റഗറികളിലായി. കേരളത്തിൽ ഇത് മുനിസിപ്പാലിറ്റികൾക്ക് മാത്രമുള്ളതാണ്. കേരളത്തിൽ 94 മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഉള്ളതിൽ 82 എണ്ണവും 1000-ന്റെ ഉള്ളിൽ വന്നു റാങ്ക്. കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയ ഏറ്റവും മെച്ചപ്പെട്ട റാങ്ക് 1370 ആയിരുന്നു. വർക്കല മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയ 1370. അവിടെ നിന്നാണ് 100-ൽ താഴെ 8 എണ്ണം വന്നു, 1000-നകത്ത് 82 എണ്ണം വന്നു. ഇപ്പൊ നമ്മുടെ ഏറ്റവും മോശം റാങ്ക് 1385. അത് കഴിഞ്ഞ 2 കൊല്ലം പ്രത്യേകിച്ച് ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം സർക്കാർ നടത്തിയ കഠിന പ്രയത്നത്തിന്റെ നേട്ടമാണ്. സർവേയെക്കുറിച്ചും റാങ്കിങ്ങിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തെക്കാളോ കേരളത്തിലെ നഗരങ്ങളെക്കാളോ പ്രകടമായി തന്നെ മോശമായ പലർക്കും ഇതിനേക്കാൾ മെച്ചപ്പെട്ട റാങ്കിങ് കൊടുത്തു തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു മാനദണ്ഡം എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ അതിനെ പൂർണ്ണമായിട്ടൊന്നും തള്ളിക്കളയുന്നില്ല. ഈ മാറ്റം 2 കൊല്ലം നടത്തിയ കഠിന പ്രയത്നത്തിന്റെ അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയാവില്ല. 2 കൊല്ലം ഓരോ ഇഞ്ച് യുദ്ധം ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പോഴും ഹരിതകർമ്മസേനയിൽ പരിഹസിക്കുന്നവരും ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപിക്കുന്നവരൊക്കെ ഒറ്റക്കണക്ക് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം ഹരിതകർമ്മസേന വഴി ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് 1,26,100 ടണ്ണാണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോ. 1,26,000 × 1000 എന്ന് പറഞ്ഞാൽ 12.5 കോടി കിലോ പാഴ്വസ്തുവാണ് ഒറ്റക്കൊല്ലം. ഹരിതകർമ്മസേന ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതെല്ലാം എവിടെ വരും? തോട്ടിൽ വലിച്ചെറിയും, പാടത്ത് വലിച്ചെറിയും, പൊതുസ്ഥലങ്ങളിൽ നിന്നും വലിച്ചെറിയും. ഇപ്പോഴും ഹരിതകർമ്മസേനയെ കുറ്റപ്പെടുത്തുന്നവരും അവർക്കൊരു 50 രൂപ കൊടുക്കാൻ ജീവൻ പോകുന്ന വേദന അനുഭവിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി സെൻട്രൽ ഫിനാൻസ് സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും 49 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ചളവറ കൈലാട്ടിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നിർമ്മിച്ചത്. ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള ടോയ്ലറ്റ് സംവിധാനം, ജനസേവന കേന്ദ്രം, കഫ്തീരിയ, വിശാലമായ കമ്മ്യൂണിറ്റി ഹാൾ എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പി വിശ്വനാഥൻ, കെ ഉണ്ണികൃഷ്ണൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി വരുൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പാലോളി ഹുസൈൻ, വി രതീഷ്, വി പി മുരളീധരൻ എന്നിവരും പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ മുസ്ലിം ലീഗ് കേഡേഴ്സ് മീറ്റ്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കാത്തിരിക്കുന്നത് വൻ തകർച്ചയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച
വാർഡ് തല കേഡേഴ്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PMA സലാം. പാർട്ടി ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പ്രവർത്തകർക്ക് വിട്ടുവീഴ്ചയില്ലെന്നും PMA സലാം പറഞ്ഞു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെയും ഇടതുമുന്നണിയെയും കാത്തിരിക്കുന്നത് വൻ തകർച്ചയായിരിക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പതനം പൂർത്തിയാവുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം പറഞ്ഞു. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും പ്രതിജ്ഞാബദ്ധരാണ്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലെന്നും PMA സലാം പറഞ്ഞു. ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പണി എന്നെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ കൃത്യമായി ചെയ്യും എന്ന് ബോധ്യപ്പെടുത്തുക. ഇവിടെയുള്ള എല്ലാവരെയും ഐക്യകണ്ഠേന പൊതു സമ്മതത്തോടു കൂടി തിരഞ്ഞെടുത്തതാണ് എന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ എന്തിൻ്റെ പേരിൽ നമ്മൾ ഏറ്റെടുക്കുന്നത്? എന്ത് ഉത്തരവാദിത്വമായിരുന്നാൽ തന്നെ ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കൽ നമ്മുടെ കടമയാണ്, ഒരു നിർബന്ധ കാര്യമാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. അത് മുസ്ലിം ലീഗിന് കുഴപ്പമുണ്ടാവുന്നുള്ളത് കൊണ്ടല്ല, ഏറ്റെടുത്തവർക്ക് ആ അമാനത്ത് പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യമുണ്ടാകും. എല്ലാ ദൈവവിശ്വാസികൾക്കും ആ ബോധ്യമുണ്ടാകും. ദൈവവിശ്വാസം ഇല്ലാത്തവരെ ഞാൻ വിടുകയാണ്. അവർക്കെന്തോ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നാലും നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പ്രാപ്തമാകും, ഒരു സംശയമില്ല. ജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ ഇടതു സർക്കാർ ഓരോന്നും ഇല്ലാതാക്കുകയാണ്. വിദ്യാഭ്യാസ രംഗം താറുമാറായി. സ്കൂളിൽ പോലും വിദ്യാർത്ഥികൾക്ക് സുരക്ഷയൊരുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. സ്കൂൾ സമയമാറ്റവും സൂംബ ഡാൻസും ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും PMA സലാം ആരോപിച്ചു. ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാവാതിരുന്നത് ദുരുദ്ദേശപരമാണ്. ഇക്കാര്യത്തിൽ സമസ്ത ഉൾപ്പെടെയുള്ള മത സംഘടനകൾ ഉന്നയിച്ച ആശങ്ക സർക്കാർ മുഖവിലക്കെടുത്തില്ല. ന്യൂനപക്ഷ വിഷയങ്ങൾ സർക്കാർ കൈകാര്യം ചെയ്തത് മുൻവിധിയോടെയാണെന്നും PMA സലാം കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗിൻ്റെ വയനാട് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതിസന്ധിയും നിലവിലില്ല. ലീഗ് പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചത് മുതൽ തുടങ്ങിയതാണ് ഈ ദുഷ്പ്രചരണങ്ങൾ. ലീഗ് പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും അതിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും PMA സലാം പറഞ്ഞു. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനാണ് കേഡേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. മണ്ഡലത്തിലെ മുഴുവൻ വാർഡുകളിലെയും പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ കേഡേഴ്സ് മീറ്റിൽ പങ്കെടുത്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ അധ്യക്ഷത വഹിച്ചു. നജീബ് കാന്തപുരം MLA, മണ്ഡലം ജനറൽ സെക്രട്ടറി S അബ്ദുസലാം, ട്രഷറർ നാലകത്ത് ഷൗക്കത്ത്, മുൻമന്ത്രി നാലകത്ത് സുപ്പി, ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമരത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ജമാൽ മാസ്റ്റർ, P ബഷീർ, B മുസമ്മിൽ ഖാൻ, താണിപ്പ ഹാജി, കളപ്പാടൻ ഹുസൈൻ, കൊളക്കാടൻ അസീസ്, ശശിധരൻ മണലായ, സക്കീർ പൂവത്താണി, ബഷീർ ചോലക്കൽ, P സുബൈർ, ജാഫർ പത്തത്ത്, KP ഫാറൂഖ്, ഉസ്മാൻ തെക്കത്ത്, ഷിഹാബ് മേലാറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ച കേസിലെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സമാനമായ നിരവധി കേസുകളിൽ പ്രതിയായ കൊല്ലം സ്വദേശി നബീമുവിനെയാണ് കേസിൽ പിടികൂടിയത്. മറ്റൊരു കേസിൽ മഞ്ചേരിയിൽ പിടിയിലായപ്പോഴാണ് പ്രതി ഒറ്റപ്പാലത്തെ കുറ്റവും സമ്മതിച്ചത്. ജൂലൈ 15-നാണ് ഒറ്റപ്പാലത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. SI M സുനിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മോഷണം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് തമിഴ്നാട് സ്വദേശിയായ നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ വിനോദ് കുമാർ വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണിയമ്പുറം കൂനന്തുള്ളി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ മോഷണം നടന്നത്. 8.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 48 ഗ്രാം വെള്ളിയാഭരണങ്ങളും 3000 രൂപയുമാണ് മോഷണം പോയത്. ഇതിൽ 5 പവനോളം സ്വർണം പോലീസ് വീണ്ടെടുത്തു. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 25ഓളം മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള നബീമുവിനെ ആദ്യം കോട്ടയം പോലീസാണ് പിടികൂടിയത്. എന്നാൽ കോട്ടയത്തെ കേസിൽ പങ്കില്ലെന്ന് വ്യക്തമാവുകയും വടക്കാഞ്ചേരിയിലെയും ഒറ്റപ്പാലത്തെയും മോഷണ കേസിലെ ബന്ധം സ്ഥിരീകരിക്കുകയും ചെയ്തതോടെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞിരപ്പുഴ അണക്കെട്ടും ഉദ്യാനവും ഉൾപ്പെടുത്തി 167 കോടിയുടെ ടൂറിസം പദ്ധതിക്ക് സർക്കാർ അനുമതി ലഭിച്ചു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ 50 ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്വകാര്യ കമ്പനിക്കെതിരെ ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായി UDF രംഗത്തെത്തിയിരുന്നു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന FSIT റെഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 30 വർഷത്തേക്കാണ് ടൂറിസം പദ്ധതികൾ നടപ്പാക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയത്.
ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി സ്ഥലം ഏറ്റെടുത്തു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബായി മാറുമെന്ന് MLA കെ ശാന്തകുമാരി പറഞ്ഞു. കാഞ്ഞിരപ്പുഴ ഉദ്യാനവും ഉദ്യാനത്തിന് സമീപം ഒഴിഞ്ഞു കിടക്കുന്ന 50 ഏക്കർ സ്ഥലത്തുമാണ് പദ്ധതി വരുന്നത്. വാട്ടർ തീം പാർക്ക്, സ്നോ വേൾഡ്, പക്ഷികളുടെ പാർക്ക്, മറൈൻ ഔഷനോറിയം, ജയന്റ് വീൽ, ബോട്ടിംഗ്, 3D തിയേറ്റർ, റോപ്പ് വേ, ഗ്ലാസ് ഹാങ്ങിംഗ് ബ്രിഡ്ജ്, മ്യൂസിക്കൽ ഫൗണ്ടർ, ലേസർ ഷോ, റിസോർട്ട്, അക്വേറിയങ്ങൾ, ഹോട്ടൽ എന്നിവയാണ് പദ്ധതിയിലുള്ളത്. പദ്ധതി പൂർത്തിയാവുന്നതോടെ കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ പഞ്ചായത്തുകളുടെ സമഗ്ര വികസനവും ഒട്ടേറെ തൊഴിലവസരങ്ങളും സാധ്യമാവുമെന്നാണ് പ്രതീക്ഷ. ഇടവേള. വാർത്തകൾ തുടർന്നു. ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ പൂളക്കുണ്ട് ഡബിൾ പോസ്റ്റിന് സമീപമുള്ള കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. പിലാത്തറ സ്വദേശി കബീറിനാണ് പരിക്കേറ്റത്. പാതയിലെ കുഴികൾ അടയ്ക്കാൻ നിരവധി തവണ ഒറ്റപ്പാലം AEയോട് ആവശ്യപ്പെട്ടതാണെന്നും കബീർ പറഞ്ഞു. ശനിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. ഒറ്റപ്പാലത്ത് നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ബൈക്ക് യാത്രികനായ പിലാത്തറ സ്വദേശി കബീറിന് പൂളക്കുണ്ട് ഡബിൾ പോസ്റ്റിന് സമീപമുള്ള കുഴിയിൽ വീണ് പരിക്കേറ്റത്. കൈക്കും കാലിനും മുറിവേറ്റിട്ടുണ്ട്. ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ തലയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുഴിയിൽ വീണ് ബൈക്കിൽ നിന്ന് മറിഞ്ഞ സമയം എതിരെ വന്ന ഓട്ടോ വെട്ടിച്ചു മാറ്റിയതിനാൽ വലിയ അപകടം ഒഴിവായതായും കബീർ പറഞ്ഞു. അപകട ഭീഷണി ഉയർത്തി നിരവധി കുഴികളാണ് പാതയിലുള്ളത്. കുഴികൾ അടയ്ക്കുന്നതിനായി നിരവധി തവണ ഒറ്റപ്പാലം AEയോട് ആവശ്യപ്പെട്ടതായും എന്നാൽ മഴ നിന്ന ശേഷം അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും കബീർ പറഞ്ഞു. പാതയിലെ കുഴികൾ ഉടൻ അടയ്ക്കുന്നതിനായി വീണ്ടും പൊതുമരാമത്ത് വകുപ്പിനെ സമീപിച്ചതായി കബീർ പറഞ്ഞു. ഒറ്റപ്പാലത്ത് നിന്നും എൻ്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ എൻ്റെ ബൈക്ക് ഈ കുഴിയിൽ വീണാണ് എനിക്ക് അപകടമുണ്ടായത്. ഈസ്റ്റ് ഒറ്റപ്പാലം മുതൽ മുരുക്കുംപറ്റ വരെ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായാണ് കിടക്കുന്നത്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇരുചക്രവാഹനങ്ങൾ നിരവധിയാണ് അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പലതവണ ഉദ്യോഗസ്ഥരോട് ഈ കുഴികളുടെ കാര്യം സൂചിപ്പിച്ച് വിളിച്ച് പരാതി പറഞ്ഞപ്പോഴും മഴ പോട്ടെ എന്നിട്ട് നന്നാക്കി തരാം എന്ന് പറയുകയല്ലാതെ ഇതുവരെയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല ഫണ്ടുകളും റോഡ് നന്നാക്കുന്നതിനും മറ്റുമൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അത് തക്കതായ രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഴികളെല്ലാം നികത്തി ജനങ്ങൾക്ക് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നാണ് അറിയിക്കുന്നത്. BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദന്റെ വീട്ടിലേക്ക് ഊമക്കത്തയച്ച് വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. മേഖലാ വൈസ് പ്രസിഡന്റ് MP മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. CPM നിയന്ത്രണത്തിലുള്ള കടമ്പളിപ്പുറം കോപ്പറേറ്റീവ് ബാങ്കിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച രംഗത്ത് വന്ന BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദന് കഴിഞ്ഞ ദിവസമാണ് വധഭീഷണി മുഴക്കിയുള്ള ഊമക്കത്ത് ലഭിച്ചത്. ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ശ്രീകൃഷ്ണപുരം CI, കോങ്ങാട് CI, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് സച്ചിദാനന്ദൻ പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് BJP പ്രകടനവും പൊതുയോഗവും നടത്തിയത്. കടമ്പളിപ്പുറം മേലെ തൃക്കോവിൽ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ആശുപത്രി ജംഗ്ഷനിൽ സമാപിച്ചു. BJP മേഖലാ വൈസ് പ്രസിഡന്റ് MP മുരളീധരൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. EMS മരിക്കുന്ന ദിവസം BJP ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത സമയമാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രി ലാൽകൃഷ്ണ അഡ്വാനിജി പറഞ്ഞു, എനിക്ക് അവസാനമായി EMSനെ കാണണം. ഞങ്ങൾ വിളിച്ച എല്ലാ മുദ്രാവാക്യങ്ങളും ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനേക്കാൾ വലിയ ഭീഷണി ലിസ്റ്റ് തയ്യാറാക്കി വീടറിയാം, നാടറിയാം, അവനെ അറിയാം, ഇവനെ അറിയാം എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റ് ഉണ്ടാക്കിയവരൊക്കെ ഇവിടെ ഉണ്ട്. അവൻ്റെയൊക്കെ മുന്നിൽ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവനൊക്കെ ഇന്ന് എവിടെയാ? തീഹാർ ജയിലിൽ കടന്നുകൊണ്ട് ചിരിക്കുകയാണ്, ചപ്പാത്തി തിന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, അക്രമം കൊണ്ട് നേരിടാനും ഭാരതീയ ജനതാ പാർട്ടി കൊടുത്തും കൊണ്ടും ശീലിച്ചുകൊണ്ട് പ്രവർത്തിച്ച പാർട്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരോട്. അതുകൊണ്ട് നമുക്ക് ഈ പ്രദേശത്തെ എല്ലാ മേഖലയിലും തകർന്ന് തർപ്പണമായ ഈ കടമ്പളിപ്പുറത്തിന്റെ വികസനാത്മകമായ ഒരു ഭരണസമിതിക്കാണ് നമ്മൾ പ്രതിഷ്ഠ ചെയ്യേണ്ടത്. മണ്ഡലം പ്രസിഡന്റ് K നിഷാദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ, രവി കമ്പപ്പറമ്പിൽ, രാംകുമാർ, സന്തോഷ്, ശ്രീഹരി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ശ്രീകൃഷ്ണപുരത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭരണാധികാരികൾ ഏറെ വന്നുപോയിട്ടുണ്ടെങ്കിലും
മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടിനോട് 90% നീതി പുലർത്താൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള സ്വാധീനവും അധികാരവും ഉപയോഗിച്ച മനുഷ്യനുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയാണെന്ന് വിറ്റി ബൽറാം പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല. വിഴിഞ്ഞത്തിൻ്റെ ഇപ്പോഴത്തെ ഉദ്ഘാടന വേളയിൽ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും ഒന്ന് പരാമർശിക്കാമായിരുന്നു എന്ന് അപ്പോഴും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുകയാണ്. ഏറ്റവും സജീവമായി അദ്ദേഹം നിറഞ്ഞ് കേരളത്തിൽ മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു കൊണ്ടുവന്ന ആളുകൾക്ക് അതിൽ ഉമ്മൻചാണ്ടി കൂടി ആ വേദിയിൽ ഉണ്ടാവണം, ആ ട്രെയിനിലെ ആദ്യ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യം ഉണ്ടാവണം എന്ന് തോന്നില്ല. അത് മറ്റൊരു തരം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഇപ്പോഴും അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പൊള്ളത്തരവും ജനങ്ങൾ ഇതുപോലെ ഓരോ അവസരങ്ങളിലായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി അധ്യക്ഷത വഹിച്ചു. സുരേഷ് തെങ്ങിൻതോട്ടം, പി ഗിരീശൻ, രാമകൃഷ്ണൻ, ഓമന ഉണ്ണി, കെ ബാലകൃഷ്ണൻ, ഭാസ്കരൻ കൊമ്പത്ത്, MC ഉണ്ണികൃഷ്ണൻ, കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജൂലൈ 23-ന് UDF നടത്തുന്ന കളക്ടറേറ്റ് ധർണയുടെ വിജയത്തിനായി ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃയോഗം ചേർന്നു. ചെർപ്പളശ്ശേരി ഇന്ദിരാഭവനിൽ നടന്ന യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അസീസ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം വളരെയധികം ദയനീയമായി നമ്മുടെ എല്ലാ രംഗവും തകർന്നു തരിപ്പണമായിരുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നേടുക, അവന് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം നിലനിർത്തുക, അവന് കാലങ്ങളായി നമ്മൾ സ്വായത്തമാക്കിയ അല്ലെങ്കിൽ അവർ സാർവത്രികമാക്കിയ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സംഭാവന അർപ്പിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്തു തീർക്കേണ്ടത്. പക്ഷേ ഏത് രംഗമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ സർക്കാർ അമ്പെ പരാജയം. UDF ഷൊർണൂർ നിയോജക മണ്ഡലം ചെയർമാൻ T ഹരിശങ്കർ അധ്യക്ഷനായി. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VKP വിജയനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി, കൺവീനർ അബ്ദുറഹ്മാൻ, DCC മെമ്പർ N മോഹൻദാസ്, മൂസ പേങ്ങാട്ടി, KM ഇസാഖ്, ചെർപ്പശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അക്ബർ അലി, തൃക്കടിയിരി മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ, അനങ്ങനടി മണ്ഡലം പ്രസിഡന്റ് മുരളി, വെള്ളിനേഴി UDF ചെയർമാൻ ചന്ദ്രശേഖരൻ, മുസ്ലിം ലീഗ് നേതാക്കളായ ഹംസത്ത് മാസ്റ്റർ, NK ബഷീർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തോടി തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് നഗരസഭയിലെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്ക് നഗരസഭ ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു തുടങ്ങി. ആദ്യഘട്ടമായി പട്ടികജാതി നഗറിലുള്ളവർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. അടിയന്തര കൗൺസിൽ യോഗ തീരുമാനം പ്രാവർത്തികമാക്കുകയാണെന്ന് ചെയർമാൻ C മുഹമ്മദ് ബഷീർ പറഞ്ഞു. നഗരസഭയിലെ കണ്ടെയ്ൻമെന്റ് സോൺ ബാരിക്കേഡ് സ്ഥാപിച്ച അൽമ ആശുപത്രിക്ക് സമീപം നടന്ന ലളിതമായ ചടങ്ങിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. 1000 രൂപയുടെ സാധനങ്ങളുള്ള കിറ്റുകളാണ് നൽകുന്നത്. 100 കിറ്റ് നഗരസഭാധ്യക്ഷൻ C മുഹമ്മദ് ബഷീറും 50 കിറ്റുകൾ വ്യവസായി മുല്ലപ്പള്ളി ഷാജി, ഡോക്ടർ KA കമപ്പ എന്നിവരുടെ സഹായത്തോടെയാണ് നൽകിയത്. കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്ക് കിറ്റുകൾ നൽകാൻ തീരുമാനിച്ചിരുന്നു. നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് എല്ലാവർക്കും കിറ്റ് നൽകാൻ അനുമതി കളക്ടറോടും വകുപ്പ് മന്ത്രിയോടും ചോദിച്ചെങ്കിലും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സന്നദ്ധ സംഘടനകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെ കിറ്റ് നൽകുന്നതെന്ന് നഗരസഭാധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷരായ K ബാലകൃഷ്ണൻ, ഹംസ കുറുവണ്ണ, മാസിദ സത്താർ, കൗൺസിലർമാരായ മുജീബ് ചോലോത്ത്, EK യൂസുഫ് ഹാജി, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പല ആളുകളോടും നമ്മൾ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല പ്രതികരണമാണ് ഉള്ളത്. പക്ഷേ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്നലെ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയർമാൻ എന്ന നിലക്ക് തന്നെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഈ ഇത്രയും വീടുകളിലേക്ക് കിറ്റ് എത്തിക്കുകയാണ്. തുടർ ദിവസങ്ങളിൽ നാളെ 28ാം വാർഡിലേക്കും മറ്റ് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്കാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. നാളെയും തുടർ ദിവസങ്ങളിലുമായിക്കൊണ്ട് മറ്റുള്ള ആളുകളിലേക്കും ആശ്വാസം എത്തിക്കാനാണ് നഗരസഭ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് നഗരസഭാ ചെയർമാൻ തന്നെ കയ്യിൽ നിന്നെടുത്തിട്ടാണ് 100 കിറ്റ് അതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ 150-ൽ 50 കിറ്റോളം നമ്മുടെ ഉല്ലാസ് ഷാജിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കമ്മാപ്പ ഡോക്ടറും അതിൽ സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അനുമതി കിട്ടിയിട്ടില്ല, വേറൊരു സഹായം ലഭിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട കളക്ടറുമായി സംസാരിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് പിന്നെ എന്തെങ്കിലും ഒരു മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ എന്നിരുന്നാലും അത് നമ്മൾ കാത്തു നിൽക്കുന്നില്ല. ഇന്ന് നമ്മളിതിന് ഇന്നലെ എടുത്ത തീരുമാനം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. മണ്ണാർക്കാട് GMUP സ്കൂളിന്റെ നേതൃത്വത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകി.
സ്കൂളിലെ 100-ൽ പരം വിദ്യാർത്ഥികൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ടവരാണ്. GMUP സ്കൂളിലെ സാധാരണക്കാരായ രക്ഷിതാക്കളുടെ പ്രയാസം മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്കും പലചരക്കും പച്ചക്കറിയും അടങ്ങുന്ന ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ കിറ്റുകൾ കൈമാറി. കണ്ടെയ്ൻമെന്റ് സോണിലെ അധ്യാപകരും RRT അംഗങ്ങളും ചേർന്ന് വിദ്യാർത്ഥികളുടെ വീടുകളിൽ എത്തിച്ചു നൽകും. PTA പ്രസിഡന്റ് ഷമീർ നമ്പിയത്ത് അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാർ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് GMUP. നിങ്ങൾക്കൊക്കെ അറിയാം, 5ഓളം വാർഡുകൾ മണ്ണാർക്കാട് നഗരസഭയിൽ കണ്ടെയ്ൻമെന്റ് സോണിലായി. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന 102ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണിലാണ് ഉള്ളത്. അവർക്ക് വേണ്ടി ഒരു കൈത്താങ് എന്ന രൂപത്തിലൊരു പദ്ധതി അടിയന്തരമായി PTA ഓൺലൈൻ മീറ്റിംഗ് കൂടി അതിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 102 കുട്ടികളാണ് നമ്മുടെ സ്കൂളിലേക്ക് ആ ഭാഗത്തു നിന്ന് വരുന്നത്. 80 കുടുംബങ്ങളിൽ നിന്നാണ് ഈ 102 കുട്ടികൾ വരുന്നത്. അപ്പോൾ ആ മുഴുവൻ കുട്ടികൾക്കും നമ്മുടെ GMUPയിലെ അധ്യാപകരും PTAയും ഒരുമിച്ച് ധനസേകരണം നടത്തി കുട്ടികൾക്ക് ഒരു കൈത്താങ് എന്ന പദ്ധതിയിൽ പലചരക്കും മറ്റു പച്ചക്കറിയായിട്ടുള്ളൊരു കിറ്റാണ് ഇന്ന് നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹെഡ്മാസ്റ്റർ നാരായണൻ, AEO അബൂബക്കർ, SMC ചെയർമാൻ മുജീബ് പെരുപ്പടി, P. ഖാലിദ്, സക്കീർ മുല്ലയ്ക്കൽ, സമദ് പൂവക്കോടൻ, KP അഷ്റഫ്, അസീസ് MK, അധ്യാപകരായ മനോജ് ചന്ദ്രൻ, സക്കീർ എന്നിവർ നേതൃത്വം നൽകി. രാമൻചാടി പദ്ധതി 2ാം ഘട്ടം യാഥാർത്ഥ്യമാക്കണമെന്ന് കേരള കർഷക സംഘം ഏലംകുളം പഞ്ചായത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം C. ദിവാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാമൻചാടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 2ാം ഘട്ടം പാറക്കൽമുക്ക്, ചെറുകര, കിഴങ്ങത്തോൾ ഭാഗങ്ങളിലേക്ക് നീട്ടുന്നതിന് 2021 കനാൽ സർവേ നടത്തുകയും പള്ളത്തക്കടവിൽ തടയണ നിർമ്മാണത്തിന് മണ്ണ് പരിശോധനയും പൂർത്തീകരിച്ചതാണ്. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് ഇറിഗേഷൻ വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ പദ്ധതി വരുന്നതോടുകൂടി ചെറുകര, കിഴങ്ങത്തോൾ പ്രദേശത്തെയും പെരിന്തൽമണ്ണ നഗരസഭയിലെ കുന്നപ്പള്ളി പ്രദേശത്തെയും കർഷകർക്ക് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആയതിനാൽ രാമൻചാടി 2ാം ഘട്ട പദ്ധതി അടിയന്തരമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘം ഏലംകുളം പഞ്ചായത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം C. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. P. സുധീർ ബാബു അധ്യക്ഷത വഹിച്ചു. M. സോമസുന്ദരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P. ഗോവിന്ദപ്രസാദ്, T. K. ജയൻ, S. ശ്രീരാജ്, P. അജിത് കുമാർ, N. വാസുദേവൻ, A. ലിജി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി P. സുധീർ ബാബു പ്രസിഡന്റ്, M. സോമസുന്ദരൻ സെക്രട്ടറി, K. മധുസൂദനൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. കോട്ടോപ്പാടം മാളിക്കുന്ന് ഞാറളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടവും വഴിപാട് കൗണ്ടറും മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ M. ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച മുതൽ രാമായണ സപ്താഹയജ്ഞത്തിന് തുടക്കമാകും. ഹാളോടുകൂടിയ ഓഫീസ് കെട്ടിടവും സ്ഥിരം വഴിപാട് കൗണ്ടറുമാണ് മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ജില്ലാ ഏരിയ കമ്മിറ്റി ചെയർമാൻ M. ദണ്ഡപാണി ഞായറാഴ്ച രാവിലെ ഉദ്ഘാടനം ചെയ്തത്. വായുവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ ഭഗവാൻ ഹനുമാനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ദൃക്സാക്ഷ ദൃഷ്ടാന്തമാണ് ഇന്നിവിടെ ഈ കാണുന്നതെന്ന് ഉറച്ചു പറയാൻ എനിക്ക്. ദേവസ്വം ബോർഡ് അംഗം ബാലസുബ്രഹ്മണ്യൻ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ T. ബാലചന്ദ്രൻ, നവീകരണ കമ്മിറ്റി സെക്രട്ടറി K. സുനിൽ, പ്രസിഡന്റ് K. ഗംഗാധരൻ നായർ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ K. ഗോപകുമാർ, A. രഘുനാഥ്, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ TS അഖിൽ, വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു. താര പ്രവീൺ, MP രാമദാസ്, രഞ്ജിത്ത് എന്നിവരുടെ സോപാന സംഗീതവും അരങ്ങേറി. 7 ദിവസത്തെ രാമായണ സപ്താഹയജ്ഞത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ശ്രീകൃഷ്ണപുരം TKD വായനശാല വയോജന വേദിയുടെ നേതൃത്വത്തിൽ വയോജന സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു. സംഗീതശില്പം ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ സമയം കൊണ്ട് ഇന്ന് വിളിച്ചു ചേർത്തതാണ്. നല്ല പങ്കാളിത്തമാണ് എന്നുള്ളത്. നമ്മുടെ അച്ഛനമ്മമാർ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്നും അവർക്ക് സന്തോഷം പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സൗഹൃദ സംഗമങ്ങൾ നടത്തുന്നത്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ വയോജന സൗഹൃദ സംസ്ഥാനം എന്ന ഒരാശയം വെച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രാമപഞ്ചായത്ത് തന്നെ ഒരു 5% പ്ലാൻ ഫണ്ട് മാറ്റിയെത്തിക്കൊണ്ട് നമ്മളെപ്പോഴും 10% നമ്മുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വയോജന സൗഹൃദ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു മികച്ച പഞ്ചായത്താണ്. സംഗമത്തിൽ മുതിർന്ന പൗരൻ പൊന്നൻതൊടി കൃഷ്ണനെ ആദരിച്ചു. VN ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
എങ്ങനെ ഐശ്വര്യത്തോടെ പ്രായത്തെ സ്വീകരിക്കാമെന്നും വയോജനകാലം എങ്ങനെ സന്തോഷപ്രദമാക്കാമെന്നത് സംബന്ധിച്ചും കെ ഹരിദാസൻ ക്ലാസ് എടുത്തു. BP ദേവസി, P ഗിരീഷൻ, VK രാധാകൃഷ്ണൻ, P ഉണ്ണികൃഷ്ണൻ, M ചാമി, ഉത്തമൻ, K രാമൻ നമ്പൂതിരി, K വിദ്യാധരൻ, സച്ചിദാനന്ദൻ എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തിയ ജാരിയ ഫണ്ട് സമാഹരണത്തിൽ പങ്കുചേർന്നവർക്കുള്ള പ്രാർത്ഥനാ സംഗമവും കൂടുതൽ ഫണ്ട് ശേഖരിച്ച യൂണിറ്റുകളെയും മികച്ച കോർഡിനേറ്റർമാരെയും ആദരിച്ചു. സംഗമം അലനല്ലൂർ മുണ്ടത്തുപള്ളി മഹല്ല് ഗാസി TM അൻവർ ബാഘവി ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ മേഖലയിലെ 14 യൂണിറ്റുകളിൽ നിന്നായി 2.5 ലക്ഷത്തോളം രൂപ സമാഹരിച്ചു. കാഞ്ഞിരമ്പാറ, പാക്കത്തേക്കുളമ്പ്, കൊമ്പാക്കൽ കുന്ന് എന്നീ യൂണിറ്റുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. മേഖലാ പ്രസിഡന്റ് ഹസൻകുട്ടി ഫൈസി അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ഖാദർ കാട്ടുകുളം, ഇസാഫ് ഫൈസി, ഹസൻ ഫൈസി കുളപ്പറമ്പ്, M അഫ്സർ, മേഖലാ ജനറൽ സെക്രട്ടറി സത്താർ കമാലി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റി യാത്രയപ്പവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്രീസ് ലോഞ്ചിൽ നടന്ന പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK മുഹമ്മദ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനമാണ്, ആ പ്രസ്ഥാനത്തിൻ്റെ സർവീസ് സംഘടനയാണ് നമ്മൾ. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും കേരളത്തിലെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ട്. എന്താണ് സഹകരണ മേഖല? സഹകരണ മേഖലയിൽ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തനം എന്താണ് എന്നുള്ളതെല്ലാം ഇതര സംഘടനകൾക്ക് ഒരു താക്കീതായി കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു അവസരം കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. അംഗങ്ങളുടെ മക്കളിൽ SSLC, +2, LSS പരീക്ഷകളിൽ വിജയിച്ചവരെയാണ് അനുമോദിച്ചത്. KCEF പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് NK റാസി അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ മുരളീധരൻ, KPCC മെമ്പർ C സംഗീത, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ്, കൗൺസിലർ ബഷീർ, ഉമ്മർ കിഴായൂർ, വല്ലപ്പുഴ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി അഷ്റഫ് അലി, VK സഞ്ജയൻ, ഉഷ, TK സജി, അജീഷ് കൃഷ്ണൻകുട്ടി, KCF സെക്രട്ടറി KM രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. സഹകരണ ചട്ട നിയമങ്ങളെക്കുറിച്ച് റിട്ടയർഡ് AR Y സലീം ക്ലാസ് എടുത്തു. A ജനാർദ്ദനൻ, സുധാകരൻ സത്യം, ജയകൃഷ്ണൻ, തൃത്താല ബാങ്ക് സെക്രട്ടറി KV രാജേഷ്, വല്ലപ്പുഴ ബാങ്ക് അക്കൗണ്ടന്റ് രാജേശ്വരി എന്നിവർക്ക് യാത്രയപ്പ് നൽകി. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കി അനേകം പേർക്ക് ആശ്വാസമായി മാറിയ ആനമങ്ങാട്ടെ പ്രധാനമന്ത്രി ജൻ ഔഷധി 2ാം വർഷത്തിലേക്ക്. 1ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പിലെത്തി. കഴിഞ്ഞ വർഷം ജൂലൈ 21-നാണ് പ്രധാനമന്ത്രി ജൻ ഔഷധിയുടെ ആനമങ്ങാട്ടെ മെഡിക്കൽ സ്റ്റോർ തുറന്നത്. ഒരു വർഷം പിന്നിട്ട ആനമങ്ങാട് പ്രധാനമന്ത്രി ജൻ ഔഷധി വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായി പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ ഒരു പ്രദേശത്ത് നല്ല രീതിയിൽ അവരുടെ സേവനം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജനറിക് മെഡിസിൻസ് ആണ് കാര്യമായിട്ട് അന്ന് ഉദ്ഘാടന പ്രസംഗത്തിലും സമയത്തും നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് പലപ്പോഴും ആരോഗ്യ മേഖല തന്നെയാണ്. കാരണം ഏറ്റവും അധികം ആശങ്ക നമുക്ക് ഒരു മനുഷ്യനെന്ന രീതിയിൽ നമുക്കുണ്ടാകുന്നത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും അതിനെന്ത് പണം മുടക്കാനും നമ്മളെല്ലാവരും തയ്യാറാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ചൂഷണത്തിന് സാധ്യതയുള്ളൊരു മേഖല എന്ന് പറയുന്നത് ആരോഗ്യ മേഖല തന്നെയാണ്. മെഡിസിൻ സ്ഥാപനങ്ങൾക്കുള്ളൊരു പ്രത്യേകത, ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെ ഇത് വളരെ നല്ല രീതിയിലുള്ള സേവനം ഈ ഒരു പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ നമുക്കിങ്ങനെ രണ്ടാമത് കൂടിയിരിക്കാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ടായതെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. ഒരു വാർഷികം കേവലം ഒരു ആഘോഷം എന്നതിനപ്പുറത്ത് അതൊരു സേവനമാക്കി മാറ്റുന്ന എന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു എന്നുള്ള നമുക്ക് പലപ്പോഴും ഒരു രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്ന് ഇന്ന് ലോകത്ത് കണ്ടുപിടിച്ചത് ആ രോഗം എന്താണെന്നുള്ളത് നേരത്തെ അറിയുക എന്നുള്ളതാണ്. പഞ്ചായത്ത് വാർഡംഗം PP രാജേഷ് അധ്യക്ഷത വഹിച്ചു.
പഞ്ചായത്ത് അംഗം സി ബാലസുബ്രഹ്മണ്യൻ, മുരളീധരൻ കണ്ണത്ത്, അഹല്യ ഐ ഹോസ്പിറ്റൽ ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ഐശ്വര്യ PB, PRO രമേശ് CT, ജനൌഷധി ഏരിയ മാനേജറും ഷോപ്പ് ഉടമയുമായ രഞ്ജിത്ത് KS തുടങ്ങിയവർ സംസാരിച്ചു. ഒരു പ്രായം കഴിയുമ്പോൾ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്ക് കാഴ്ച കുറയാൻ മെയിനായിട്ട് ഒരു കാരണം തിമിരമാണ്. തിമിരം വരുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ കാഴ്ച മങ്ങുന്ന പോലെയും മൂടലാകുന്ന പോലെയും തോന്നും. അപ്പോൾ തിമിരത്തിന് നമുക്ക് തുള്ളി മരുന്നോ അല്ലെങ്കിൽ ഗുളികകളോ ഒന്നും കൊണ്ട് തിമിരം നമുക്ക് മാറ്റാൻ പറ്റില്ല. തിമിരത്തിന് ഓപ്പറേഷൻ മാത്രമേ അതിനുള്ള ഒരു പോംവഴിയുള്ളൂ. ഓപ്പറേഷൻ ചെയ്ത് കണ്ണിൻ്റെ ഉള്ളിലുള്ള മൂടലിനെ തുടച്ചു മാറ്റി നമുക്ക് പുതിയ ലെൻസ് വേണം. അതാണ് അതിൻ്റെ പ്രതിവിധി. നേത്രപരിശോധനാ ക്യാമ്പിൽ എത്തിയവരെ ഡോക്ടർ ഐശ്വര്യയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവരിൽ 50 പേർക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും. കാലിന് ചലനശേഷിയില്ലാത്ത എടാക്കൽ വാഴങ്കട സ്വദേശി രാജന് ചടങ്ങിൽ വീൽചെയർ കൈമാറി. മോഹൻദാസ് വള്ളിത്തൊടി വീൽചെയർ ഏറ്റുവാങ്ങി. ആനമങ്ങാട് ജനൌഷധിയുടെ വാർഷികത്തോടനുബന്ധിച്ചിട്ട് അവർ ജനസേവനത്തിൻ്റെ ഭാഗമായിട്ട് അവരൊരു ഭിന്നശേഷിക്കാരനൊരു വീൽചെയർ കൊടുക്കാന്നുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. അങ്ങനെ പ്രസിഡൻ്റായിട്ട് ബന്ധപ്പെട്ടു. പ്രസിഡൻ്റ് ഉടനെ ഞാനായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മളെ സുഹൃത്തിന് തന്നെ ഒരു ആവശ്യപ്പെട്ടിരുന്നു, രാജൻ എടാക്കൽ. അപ്പോൾ അത് വാങ്ങിച്ച് സുഹൃത്തിനെ ഏൽപ്പിച്ചു. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണിത്. ജനൌഷധിയുടെ മുന്നോട്ടുള്ള പോക്കിന് ആശംസകൾ അർപ്പിക്കുന്നു. ആനമങ്ങാട് VT ടവറിലാണ് പ്രധാനമന്ത്രി ജനൌഷധി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നത്. പൊതുവിപണിയേക്കാൾ 50% മുതൽ 90% വരെയാണ് ജനൌഷധിയിൽ മരുന്നുകൾക്ക് വിലക്കുറവ്. പാവപ്പെട്ടവർക്ക് മിതമായ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കി രാജ്യത്തുടനീളം പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഏവർക്കും താങ്ങാവുന്ന നിരക്കിലാണ് ഇംഗ്ലീഷ് മരുന്ന് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകളിലൂടെ വിതരണം ചെയ്തു വരുന്നത്. ആനമങ്ങാട് ഔട്ട്ലെറ്റിൻ്റെ 1ാം വാർഷിക ആഘോഷ പരിപാടിയിൽ ജനൌഷധിയുടെ കേരള നോഡൽ ഓഫീസറായ ദില്ലിയിൽ നിന്നുള്ള സൗരഭ് കുമാറും എത്തിയിരുന്നു. I'm just asking about the quality and efficacy of Jan Aushadhi Kendra's medicine. I'm just talking about the PMBGK medicine. We are providing a highly good quality medicine. We are just providing the cheaper cost of medicine, which is if we can comprise with the other brands, we are providing less than 50 to 90% comparison with other brands, and we are just providing a good and very cheap cost medicine, and we are providing WHO GMP certified products to this PMBGK, and this is the Jan Aushadhi Kendras who is doing good. Peoples of Kerala is supporting this product. ജനൌഷധി ഒരു കേന്ദ്ര സർക്കാർ സംരംഭമായതിനാൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള മരുന്നുകൾ തന്നെ ലഭ്യമാക്കുന്നു. NABL അംഗീകൃത ലബോറട്ടറികളിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷമാണ് ജനൌഷധി സ്റ്റോറുകളിൽ മരുന്നുകൾ എത്തിക്കുന്നത്. ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതോടൊപ്പം ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഷികത്തിൻ്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് ജനൌഷധി ഏരിയ മാനേജറും സ്റ്റോർ ഉടമയുമായ രഞ്ജിത്ത് KS പറഞ്ഞു. ആനമങ്ങാട് നമ്മുടെ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് 1 വർഷമാവുകയാണ്. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമാണ് ജനൌഷധി. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 50 മുതൽ 90% വരെ വിലക്കുറവിൽ സാധാരണ ആളുകൾക്ക് മരുന്നുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നൊരു സംരംഭമാണ് ജനൌഷധി. അപ്പോൾ ആ ജനൌഷധി നമ്മളിവിടെ ആനമങ്ങാട് ടൗണിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് 1 വർഷമാവുകയാണ്. ആ 1 വർഷം ആയതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ പാലക്കാട് അഹല്യ കെയർ ഫൗണ്ടേഷൻ്റെ ഭാഗമായി അവരുടെ സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു നേത്രപരിശോധന ക്യാമ്പ് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ഡോക്ടർമാരും അതിൻ്റെ ഫീൽഡ് ഓഫീസർമാരും എല്ലാവരും നമുക്ക് വന്നിട്ടുണ്ട് പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കൂടാണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടൊരു ഇവിടെപ്പെട്ട ഒരു അർഹതപ്പെട്ട ഒരാൾക്ക് നമ്മളൊരു വീൽ ചെയറും കാര്യങ്ങളും കൂടി കൊടുക്കുകയുണ്ടായി. രക്ഷിതാക്കളെയും അധ്യാപകരെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ സുരേഷ് ബാബുവിന്റെ പ്രഭാഷണം. രക്ഷിതാക്കളാണ് മക്കൾക്ക് മാതൃകയാവേണ്ടതെന്ന് സുരേഷ് ബാബു പറഞ്ഞു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലാണ് സുരേഷ് ബാബുവിന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചത്. അവൻ പഠിക്കുന്നില്ലെങ്കിൽ ഇടക്ക് അല്ല പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കണ്ടേ എന്ന മട്ടിൽ അവന്റെ പക്ഷത്ത് നിന്നിട്ടേ പറയാവൂ. അല്ലാതെ നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആജ്ഞാപിച്ചിട്ട് അനുസരിപ്പിക്കുന്ന ശീലം ഇന്നത്തെ കുട്ടികളെ കൊണ്ട് കഴിയില്ല. അവരത് സ്വീകരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല മാർഗം അവന്റെ കൂട്ടത്തിൽ നിൽക്കുക, അവനോടൊത്തു നിൽക്കുക. അപ്പൊ അതുകൊണ്ട് പഠിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾ വലിയ ബേജാറൊന്നും ആവണ്ട.
അവന്റെ സ്വഭാവത്തെ പറ്റിയും നിങ്ങൾ വലിയ ബേജാറാവണ്ട. അത്ര മോശമൊന്നും അല്ല നമ്മുടെ കുട്ടികൾ. അവന്റെ ആരോഗ്യത്തെ പറ്റിയും നിങ്ങൾ വലിയ ബേജാറാവണ്ട. നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് കുട്ടികൾക്ക്, കളിക്കാൻ വിട്ടാൽ മതി കുറച്ച്. അവർക്ക് ഈ ആർദ്രത കൊടുത്തോ അതാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി എല്ലാ വർഷവും പുതിയ വാക്കുകൾ ചേർക്കാം ഇംഗ്ലീഷിൽ. അങ്ങനെ ചേർക്കപ്പെട്ട ഒരു മലയാള വാക്കുണ്ട്, അറിയാമോ? ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ചേർത്ത മലയാള പദം അറിയാമോ? CURRY. കറി. നമ്മുടെ കറിയില്ലേ, അതിപ്പോ ഇംഗ്ലീഷായി. അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇംഗ്ലീഷ് പദമായി സ്വീകരിച്ചു. ഇക്കൊല്ലം ചേർത്ത വാക്ക് ബ്രെയിൻ റോട്ട് എന്ന പദം. ബ്രെയിൻ റോട്ട്. വാട്ട് ഈസ് ബ്രെയിൻ റോട്ട്? മസ്തിഷ്ക വരൾച്ച. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുമായി പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും പ്രഭാഷകനും കില ഫാക്കൽറ്റി അംഗവുമായ സുരേഷ് ബാബു സംവദിച്ചു. മക്കൾക്ക് രക്ഷിതാക്കളാണ് മാതൃകയാവേണ്ടത്. അവരെ സ്വന്തം ജീവിതത്തോടുള്ള പ്രതിബദ്ധതയോടും സാമൂഹ്യബോധത്തോടും കൂടി വളർത്തണമെന്ന് സുരേഷ് ബാബു പറഞ്ഞു. ഇന്റലിജൻസ് കോഷ്യന്റ് ബുദ്ധിശക്തി, ഇമോഷണൽ കോഷ്യന്റ് വൈകാരികമായ പക്വത, പാഷൻ കോഷ്യന്റ് ആർദ്രശക്തി, സ്പിരിച്വൽ കോഷ്യന്റ് ധാർമ്മിക മൂല്യങ്ങൾ, സോഷ്യോ കോഷ്യന്റ് സാമൂഹ്യബന്ധം, എക്കോ കോഷ്യന്റ് പാരിസ്ഥിതിക ബോധം, സയൻസ് കോഷ്യന്റ് ശാസ്ത്രം. ഈ 7 കോഷ്യന്റ് വളർത്തിയെടുക്കണം. അതിനെന്ത് വേണം? അതിന്റെ സർവകലാശാലയാണ് നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ ഗ്രാമം. അവിടെ സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീട് കണ്ട് സ്വർഗം നാണിക്കുന്നു. കേട്ടിട്ടില്ല? അതുപോലെ സ്വപ്നങ്ങൾ അലങ്കരിക്കുന്ന വീടായി. അപ്പൊ ആരാ മാറണ്ടേ? നമ്മളാണ് മാറേണ്ടത്. മനസ്സിലായോ? കുട്ടികളാണ് മാറേണ്ടത്? അല്ല, നമ്മൾ മാറുക, നമ്മൾ വളരുക. നമ്മൾ വളരാറുണ്ടോ? വിമർശിച്ചും ചിരിപ്പിച്ചും ഒപ്പം ചിന്തിപ്പിച്ചും സുരേഷ് ബാബു മോട്ടിവേഷൻ പ്രോഗ്രാമിൽ സംസാരം തുടർന്നു. പുതിയ കാലത്ത് മക്കൾ വഴിതെറ്റി പോകുന്നുവെന്ന് പറഞ്ഞ സുരേഷ് ബാബു രക്ഷിതാക്കളും ഇതിന് കാരണക്കാരാണെന്നും സൂചിപ്പിച്ചു. അവരെ ചേർത്ത് പിടിക്കുകയാണ് രക്ഷിതാക്കൾ വേണ്ടത്. ഇക്കാലത്തെ വിദ്യാർത്ഥികളെ പാഠഭാഗങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ, ഏതൊരു അറിവും നേടാവുന്ന വിധം കുട്ടികളെ മാറ്റിയെടുക്കണമെന്നും സുരേഷ് ബാബു അഭിപ്രായപ്പെട്ടു. നിരവധി രക്ഷിതാക്കൾ മോട്ടിവേഷൻ പ്രോഗ്രാമിനെത്തിയിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ജസ്മി തോമസ്, പ്രധാനാധ്യാപിക പ്രിൻസി ജോസ്, PTA പ്രസിഡന്റ് അമൃത സന്തോഷ്, വൈസ് പ്രസിഡന്റ് ഹസീന സാദിഖ് തുടങ്ങിയവരും പങ്കെടുത്തു. ഓരോ നാടിന്റെ പേര് പറയുന്നത് എന്തെന്ന് റാങ്ക് നാടിയിൽ നേടിയിട്ടല്ല. എന്താ? കൂടത്തായി ലോളി, കിളിരൂർ പെൺകുട്ടി, തങ്കമണിയിലെ മറ്റാ പെൺകുട്ടി, എന്തെങ്കിലും നെഗറ്റീവ് സംഭവങ്ങൾ നടന്നതിന്റെ പേരിലാണ് നമ്മുടെ നാടുകൾ അറിയപ്പെടുന്നത്. നല്ല കാര്യം പറഞ്ഞിട്ട് നാട് അറിയപ്പെടുന്നില്ല. അപ്പൊ അത്തരത്തിൽ ചെറിയ വിഷയങ്ങൾ വലിയ സംഭവങ്ങളാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് എല്ലാം മയക്കുമരുന്നാന്ന് വിചാരിച്ചു പോകുന്നത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വളരെ 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 അപൂർവം ചില കുട്ടികളെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. വളരെ അപൂർവം ചില കുട്ടികളെ തോന്നിയവാസിയാവുന്നു. ബാക്കി എല്ലാ കുട്ടികളും നല്ലതാണ്. പക്ഷെ ഈ ഒരു വാർത്ത കണ്ടിട്ട്, ഈ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും കണ്ടിട്ട് നമ്മുടെ യുവാക്കളെയും കുട്ടികളെയും മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന തന്ത വൈബാണ് ഒന്നാം പ്രതി. നമ്മളാണ് പ്രതി. എല്ലാ കുട്ടികളെയും സംശയ ദൃഷ്ടിയോടെ നോക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ കേരളത്തിന് നേട്ടം കൈവരിക്കാനായത് 2 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടെന്ന് മന്ത്രി MP രാജേഷ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ് കേരളം ഭവന നിർമ്മാണത്തിനായി മാറ്റിവെച്ചതെന്നും മന്ത്രി. വല്ലപ്പുഴയിലും കുലുക്കല്ലൂരിലും ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം മന്ത്രി നിർവഹിച്ചു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ കാത്തിരിക്കുന്നത് വൻ തകർച്ചയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. സ്കൂൾ സമയമാറ്റവും സൂംബ ഡാൻസും അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും PMA സലാം. കാഞ്ഞിരപ്പുഴയിൽ വരും വമ്പൻ ടൂറിസം. അണക്കെട്ടും ഉദ്യാനവും ഉൾപ്പെടുത്തി 167 കോടിയുടെ ടൂറിസം പദ്ധതിക്ക് സർക്കാർ അനുമതി ലഭിച്ചു. ഉദ്യാനത്തിന് സമീപം ഒഴിഞ്ഞുകിടക്കുന്ന 50 ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുക. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന സംഭവം പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മറ്റൊരു കേസിൽ പിടിയിലായപ്പോഴാണ് പ്രതി ഒറ്റപ്പാലത്തെ മോഷണവും സമ്മതിച്ചത്. ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ രൂപപ്പെട്ട കുഴികൾ അപകടം ക്ഷണിച്ചു വരുത്തുന്നു. കുഴിയിൽ വീണ് മറിഞ്ഞ് ബൈക്ക് യാത്രികന് പരിക്ക്. പിലാത്തറ സ്വദേശി കബീറിനാണ് പരിക്കേറ്റത്.
വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.